ശബരിമല മോഷണക്കേസിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രതികൾ അല്ലെങ്കിൽ CPM പ്രതികൾ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. പത്മകുമാറും എൻ വാസുവും ഇന്നലെ നേർക്കുനേർ കണ്ടുമുട്ടി. ഒന്നിച്ചു നിന്ന് അയ്യപ്പന്റെ സ്വർണമെല്ലാം മോഷണം നടത്തിയ പത്മകുമാറും വാസുവും പക്ഷെ കോടതി മുറ്റത്ത് മുഖാമുഖം കണ്ടിട്ടും മിണ്ടിയില്ല എന്ന് പറയുമ്പോൾ അയ്യപ്പന്റെ പണി നന്നായി ഏറ്റിട്ടുണ്ട്. കൂട്ടുകാരായ കള്ളന്മാരെ തമ്മിലടിപ്പിച്ചു തന്നെ സത്യം പറയിപ്പിക്കുകയാണ് ശബരിമല അയ്യപ്പൻ. സ്വർണ്ണപ്പാളി കവർച്ചാ കേസിൽ റിമാൻഡിൽ കഴിയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ പത്മകുമാറും വാസുവും ഒരേ സമയം കോടതി മുറ്റത്തെത്തുകയായിരുന്നു. ഇരുവരും പരസ്പരം കണ്ട ഭാവം പോലും നടിച്ചില്ല. പത്മകുമാറിനെ കോടതിയിൽ നിന്ന് ഇറക്കിയപ്പോഴാണ് വാസുവിനെ കൊണ്ടുവന്നത്. വാസു വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലീസ് ജീപ്പിന് പിന്നിൽ നിൽക്കാൻ പോയി പത്മകുമാർ. കോടതി പരിസരത്ത് കനത്ത പോലീസ് സുരക്ഷ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ കോടതി വളപ്പിലേക്ക് പോലും കയറാൻ അനുവദിച്ചില്ല. 2018-ലും 2019-ലും നമുക്കറിയാം, ഒന്നിച്ച് നിന്ന് അയ്യപ്പന്റെ സ്വർണമെല്ലാം മോഷ്ടിച്ച് കടത്തുന്നതിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കിയവർ, അതിൽ നിന്നും കിട്ടിയതെല്ലാം പങ്കിട്ടെടുത്തവർ ഇപ്പോൾ കണ്ടാൽ പോലും മിണ്ടാതെയായത് അയ്യപ്പന്റെ കളി തന്നെയാണ്. ഒന്നിച്ചിരുന്നത് കട്ടത് പരസ്പരം പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വൈരാഗ്യത്തിന് കാരണം. ഇതിവിടെ ഇപ്പോൾ സൂചിപ്പിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ശബരിമലയിലെ കൊള്ളസംഘം തന്നെ രണ്ടു തട്ടിൽ നിൽക്കുന്നു എന്നറിയാനാണ്. രണ്ട് തട്ടിൽ എന്ന് മാത്രമല്ല, കണ്ടാൽ കൊല്ലാൻ തോന്നുന്ന പകയും ഇവർ തമ്മിലായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയും CPM നേതൃത്വവും ഒരു സമയത്ത് എൻ വാസുവിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുത്താലോ എന്നൊക്കെ ആലോചിച്ചിരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷെ പത്മകുമാർ അതിശക്തമായിട്ടാണ് അതിനെതിരെ തിരിച്ചടിച്ചത്. കുടുങ്ങുന്നത് ഞാൻ ഒറ്റക്കല്ലെന്നും പ്രമുഖരെല്ലാം കട്ടതിലുണ്ട്, അവരെല്ലാം അകത്ത് കിടക്കുമെന്ന സൂചന പത്മകുമാർ നൽകിയതോടെ പാർട്ടിയിൽ നടപടിയെടുക്കാൻ ഒരുങ്ങിയ പത്മകുമാറിനെ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കി. തല്ലാനൊരുങ്ങിയ പത്മകുമാറിനെ തലോടി വിട്ടു പാർട്ടി. പക്ഷേ പത്മകുമാറിൻ്റെ കയ്യിൽ എല്ലാ രഹസ്യങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ വാസുവിൻ്റെ സഹായത്തോടെയാണ് CPMന്റെ മോഷണത്തിൽ പങ്കാളികളായത് എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത്. കൂടുതൽ മോഷണങ്ങൾ നടന്നത് പത്മകുമാറിൻ്റെ കാലത്ത് എന്ന് പറഞ്ഞാലും അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്നത് എൻ വാസുവായിരുന്നു. വാസുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ വലിയ മോഷണ സഹായം കൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാക്കിയത് റിട്ടയർഡായതിനു ശേഷവും. ഏതായാലും വാസുവും പത്മകുമാറും തമ്മിൽ വലിയ ശത്രുക്കളായി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ മോഷണവും ഇനി പുറത്തു വരും എന്നുള്ളതിൻ്റെ തെളിവാണ്. തൻ്റെ സമയത്താണ് കളവ് നടന്നത് എന്ന് പറഞ്ഞ് നോക്കിയ വാസുവിനോട് ആരെല്ലാമാണ് ഈ മോഷണത്തിൽ ഉണ്ട് എന്ന് ഞാൻ പറയുമെന്ന ഒറ്റ വാക്ക് പത്മകുമാർ പറഞ്ഞതോടെ വാസുവിൻ്റെ അനക്കമില്ല. ആ വാക്കുകൾ നിൽക്കുകയും ബന്ധുക്കൾ ശത്രുക്കളായി മാറുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യം ഇനി വരുത്തിവെക്കാൻ പോകുന്നത് വലിയ നാശനഷ്ടം തന്നെയായിരിക്കും CPMനെ സംബന്ധിച്ചിടത്തോളം.